ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി അത്യാവശ്യം കോൺഫിഡൻസ് കിട്ടിക്കഴിയുമ്പോൾ ഒരു പഠിതാവ് നേരിടുന്ന ഒരു സ്ട്രഗിളാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ആകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയി സംസാരിക്കുവാൻ കഴിയാതെ വരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പഠിച്ചു തുടങ്ങിയ എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളി എനിക്കും സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഒരാൾ വളരെ നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് ഇദ്ദേഹം ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കുന്നത് യാതൊരുവിധ സ്ട്രഗിളും നേരിടാതെ പഠിച്ചു എന്നായിരിക്കും. എന്നാൽ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എന്നാൽ ആ ഒരു വ്യക്തി നന്നായി എഫേർട്ട് എടുത്ത് കൺസിസ്റ്റൻ്റായി ഇംഗ്ലീഷ് പഠിച്ചതിനാൽ ആണ് അദ്ദേഹം ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്നവർ എല്ലായ്പ്പോഴും നേരിടുന്ന പ്രശ്നമാണ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ആകുക എന്നത്. ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഈ ഫോറിൻ ലാംഗ്വേജ് പഠിച്ച ഒരാൾ നേരിടുന്ന മിക്ക സ്ട്രഗിളുകളും തുടക്കക്കാരും ഇംഗ്ലീഷ് ഫ്ലുവൻസി കൈവരിക്കുന്നത് വരെ ഈ ഒരു പ്രശ്നം നേരിടും. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാൾ സ്വയം മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കി ഒരുപാട് സമയം ഇംഗ്ലീഷ് പഠിക്കുവാൻ മാറ്റിവെച്ച് കണ്ടിന്യൂസ് ആയി നന്നായി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫ്ലുവൻസി കിട്ടിയത് എന്ന സത്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് അനാവശ്യ മുൻധാരണകളെ മാറ്റിവെച്ചുകൊണ്ട് ഞാനും നന്നായി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക, ഫ്ലുവൻസി കൈവരിക്കാൻ കഴിയുമെന്ന ബോധ്യം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ആകുന്നതിന് പ്രധാന കാരണം നിങ്ങളെ മനസ്സിലാക്കാതെ, അതേപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവലിനെ മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുന്നതും ഇംഗ്ലീഷ് ഗ്രാമർ വളരെ പ്രയാസമുള്ള കാര്യമാണെന്നും തുടക്കക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈസി മെത്തേഡ്, ട്രിക്സ്, സ്ട്രാറ്റജി, ഡെയിലി സെൻറ്റൻസ് എന്നിങ്ങനെ പല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഈസി മെത്തേഡ്സ്, ട്രിക്സ്, സ്ട്രാറ്റജി, ഡെയിലി സെൻറ്റൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നവർക്ക് ആണ് യൂസ്ഫുൾ ആകുക. അതല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ അല്പം കൂടെ ഇംഗ്ലീഷ് പഠിച്ചു എന്നിരിക്കട്ടെ, അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ ഫ്ലുവൻസി ലെവൽ ഉള്ളവരോട് സംസാരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആണ് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ബേസിക് കുറവാണ് എന്ന്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുവാൻ നാച്ചുറലായും സ്പോണ്ടേനിയസ് ആയി ഉപയോഗിക്കുവാൻ തുടക്കം മുതൽ ശ്രമിക്കുന്നത് നന്നായിരിക്കും. പറഞ്ഞു വന്നതിൻ്റെ സാരം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചിലർ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിന് എന്താണോ ബോറായി പറഞ്ഞത് അല്ലെങ്കിൽ പഠിക്കുവാൻ പാടാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്, അതിലേക്ക് നിങ്ങൾ എത്തുമ്പോഴേ നിങ്ങൾ സംസാരിക്കുവാൻ നേരിടുന്ന സ്റ്റക്ക് ഓവർകം ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലരും പല വിധത്തിലാണ് സ്റ്റക്ക് നേരിടുന്നത്. ഇത്തരത്തിലുള്ള ചില സ്റ്റക്കുകളെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇവയിൽ ഏതെങ്കിലും ഞാനും നേരിടുന്നുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്നത്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന പേടിയാണ്. ഇക്കൂട്ടർക്ക് ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങണം എന്ന് യാതൊരുവിധ ഐഡിയയും ഉണ്ടാകില്ല. ഇക്കൂട്ടരോട് ഗ്രാമർ ആണോ പ്രശ്നം, വൊക്കാബുലറി ആണോ പ്രശ്നം, പ്രൊനൗൺസിയേഷൻ ആണോ പ്രശ്നം, ഇനി മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കാതെ വാരി വലിച്ച് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ തുടക്കത്തിലെ സെലക്ട് ചെയ്ത് പഠിച്ച് തുടങ്ങിയതിനാലാണ്. ഇത്തരത്തിലുള്ള സ്റ്റക്കാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നേരിടുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ബേസിക്കും ഗ്രാമറും നന്നായി പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്നത്, ഒരാൾ പറയുന്ന കാര്യം മറ്റേയാൾ പറയുന്ന കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയാതെ സ്റ്റക്കാവുന്ന അവസ്ഥ. ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഇക്കൂട്ടർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കുവാൻ പറ്റുന്ന ചില ഇംഗ്ലീഷ് ഭാഗങ്ങൾ മാത്രം പഠിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ശീലമാണ് ഇക്കൂട്ടിൽ പൊതുവെ കാണപ്പെടാറുള്ളത്. ഞാൻ പഠിച്ച ഇംഗ്ലീഷ്, അതുപോലെ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ആണ് അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് എന്നാണ് ഇക്കൂട്ടർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തരക്കാരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇക്കൂട്ടർ പഠിച്ച തെറ്റായ കാര്യങ്ങളെ തിരുത്തി മനസ്സിലാക്കി അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും ഇക്കൂട്ടരെ സ്വയം തിരുത്തി മനസ്സിലാക്കി എടുപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തുടക്കത്തിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ, ഇഷ്ടമുള്ള ഭാഗങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കാതെ പ്രോപ്പറായി പഠിക്കുവാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്നത്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ സ്വാഭാവികമാണ്. എന്നിരുന്നാലും തെറ്റുകൾ പഠിച്ച് ശീലിച്ചാൽ സ്റ്റക്കാകും. മിക്ക ആൾക്കാരും കൃത്യമായ ബേസ് കിട്ടാതെയാണ് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നത്. ഈ കൂട്ടർ പഠിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് ഇവ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇവർ പഠിച്ചു വന്ന രീതിയോ ടോണോ അല്ലെങ്കിൽ ഫ്ലോയോ ആയിരിക്കില്ല മറ്റൊരാൾ സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു രീതിയിൽ സംസാരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വിചാരിച്ച് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ
മൈൻഡ് ബ്ലാങ്കായി നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള കോൺഫിഡൻസ് കുറച്ച് നാളത്തേക്ക് ഇല്ലാതായി തീരും. അതുകൊണ്ട് ഇത്തരം സ്റ്റക്കുകളെ ഓവർകം ചെയ്യുവാൻ പ്രോപ്പറായി പഠിക്കുവാൻ പരമാവധി ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്നത് നെക്സ്റ്റ് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് തിങ്ക് ചെയ്ത് സ്റ്റക്കാകുന്നതാണ്. ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം. കൂടാതെ മറ്റൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇക്കൂട്ടരെ സംബന്ധിച്ച് ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞ് പെർഫെക്ഷനായി സംസാരിക്കുവാൻ ശ്രമിക്കുന്നതിനാലാണ് സ്റ്റക്കാകുന്നത്. അതായത് ഒരു കാര്യം പറഞ്ഞ് നെക്സ്റ്റ് പറയേണ്ടത് എന്താണെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇക്കൂട്ടർ പറയുന്നത് എന്താണെന്ന് സ്വയം ബോധ്യം ഉണ്ടാകുകയില്ല. അതായത് മനസ്സിൽ ഒന്ന് വിചാരിക്കും, പക്ഷെ പറയുമ്പോൾ മറ്റൊരു രീതിയിൽ ആയിപ്പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ മനസ്സ് ഒരു കാര്യം പറയുമ്പോൾ നെക്സ്റ്റ് പറയേണ്ട വാക്കിലായിരിക്കും ശ്രദ്ധ കൂടുതലും കൊടുക്കുന്നത്. ഇത്തരക്കാർ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, സംസാരിക്കുമ്പോൾ 2-3 വാക്കുകൾ പറഞ്ഞ് 4-5 സെക്കൻഡുകൾ ഇടകും അടുത്ത വാക്കുകൾ പറയുക. അതായത് സംസാരത്തിൽ വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യും. കൂടാതെ അധികം ചിന്തിച്ച് നെക്സ്റ്റ് എന്താണെന്ന് വിചാരിച്ച് അറിയാതെ തന്നെ ആം എന്ന സൗണ്ട് പുറപ്പെടുവിച്ച് ചില സെക്കൻഡുകൾ കഴിഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്നതും ഇത്തരത്തിൽ കാണുവാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഗ്യാപ്പ് വന്നാൽ സ്റ്റക്ക് വരും. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള സാഹചര്യവും താല്പര്യവും ചില അവസരങ്ങളിൽ ലഭിച്ചു എന്ന് വരികയില്ല. ഇംഗ്ലീഷ് പഠിക്കുവാൻ സാഹചര്യം ഇല്ല എന്ന അവസ്ഥ ഉണ്ടായാൽ പോലും ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ എങ്കിലും പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. ഒരിക്കലും 1 മാസം അല്ലെങ്കിൽ 2 മാസം ഗ്യാപ്പ് വരാതെ ഇരിക്കുവാൻ കഴിവതും ശ്രമിക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രാക്ടീസാണ് ബെറ്റർ ഫ്ലുവൻസിലേക്ക് നയിക്കുന്നത്. ആറാമത്തെ കാര്യം എന്നത് ഗ്രാമർ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു എന്ന തോന്നൽ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് വരുവാൻ ഒരു കാരണം ഇതാണ്. ഈ ഒരു ചിന്ത സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്പീക്കിംഗ് സ്റ്റക്ക് വരുത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ഒരു കാര്യം ഇംഗ്ലീഷിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഗ്രാമർ പോർഷനിലാണോ സ്റ്റക്ക് തോന്നുന്നത് ആ ഭാഗം കൂടുതൽ പറഞ്ഞും എഴുതിയും പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു സ്റ്റക്കിനെ ഓവർകം ചെയ്യുവാൻ സാധിക്കും. ഏഴാമത്തെ കാര്യം എന്നത് തുടക്കത്തിൽ പ്രൊനൗൺസിയേഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും സ്റ്റക്കാകുന്നതാണ്. ഈ ഒരു സ്റ്റക്ക് ഉണ്ടാകുവാനായിട്ടുള്ള കാരണം നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയെ പഠിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതിൻ്റെ പ്രത്യേകതകളെയും മനസ്സിലാക്കാത്തതിനാലാണ്. ഇംഗ്ലീഷ് ഭാഷയെ വിവിധ ആക്സൻറ്റുകൾ കാണുവാൻ സാധിക്കും. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ്, ഐറിഷ് ഇംഗ്ലീഷ് എന്നിങ്ങനെ പല ആക്സൻറ്റുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് യൂസ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ്, ജോബ് പ്രൊമോഷൻ, ഇൻ്റർവ്യൂ, മിഡിൽ ഈസ്റ്റ് ജോബ് തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് മാത്രം മതി. ചെറു ക്ലാസ്സുകൾ മുതൽ ഹയർ സ്റ്റഡി വരെ ഇന്ത്യയിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളായ UK, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹയർ സ്റ്റഡി, ജോബ്, മൈഗ്രേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏത് രാജ്യത്തേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് സീരിയസ് ആയി പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തെ ആക്സൻറ്റിലേക്ക് ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്നും സ്വിച്ച് ചെയ്യുക. എന്നിട്ട് മാത്രം പ്രൊനൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരാളോട് ബ്രിട്ടീഷ് ആക്സൻറ്റിൽ സംസാരിച്ചാൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്കും കേൾക്കുന്ന വ്യക്തിക്കും കൺഫ്യൂഷൻ ആകും. മാത്രമല്ല സംസാരത്തിൽ സ്റ്റക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ UK ആക്സൻറ്റ് പഠിച്ചിട്ട് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ പഠിച്ച ഒരാളുമായി സംസാരിച്ചാലും കൺഫ്യൂഷനും സ്റ്റക്കും വരുവാൻ സാധ്യതയുണ്ട്. ഇതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇന്ന ഗോൾ ലക്ഷ്യമാക്കിയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക. എട്ടാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ തുടക്കത്തിൽ വൊക്കാബുലറി ഫോക്കസ് ചെയ്ത് സംസാരത്തിൽ സ്റ്റക്കാകുന്നതാണ്. ചിലർ വിചാരിക്കുന്നത് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ ഇന്ന വൊക്കാബുലറി പറയണം. മറ്റു ചിലർ വിചാരിക്കുന്നത് വളരെ കട്ടിയുള്ള വൊക്കാബുലറികൾ ഉപയോഗിച്ച് പറഞ്ഞാലേ എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം എന്ന് മറ്റുള്ളവർ വിചാരിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഫ്ലുവൻസി നേടിയെടുക്കുവാൻ കഴിയൂ എന്നാണ്. കട്ടിയുള്ള വൊക്കാബുലറികൾ ധാരാളം പഠിച്ചു എന്ന് കരുതി ഒരാൾ ഇംഗ്ലീഷ് മുഴുവനും അറിയാം എന്ന ധാരണ വേണ്ട. കാരണം നിങ്ങൾ പഠിച്ച ചില വൊക്കാബുലറികൾ നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന വൊക്കാബുലറികൾ പലതും നിങ്ങൾക്കും അറിയില്ല. ഇതൊക്കെയും ഓരോ വ്യക്തികളെ ബേസ് ചെയ്തായിരിക്കും അവരുടെ വൊക്കാബുലറി. നിങ്ങൾ ഒരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാൽ മറ്റേയാൾക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ ആ കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതായിരിക്കും. ഇല്ല എങ്കിൽ അയാൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുവാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഇംഗ്ലീഷ് കോൺഫിഡൻസിനെ കുറച്ച് കളയും. മാത്രവുമല്ല ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ സെൻറ്റൻസിന് ഈ വൊക്കാബുലറി ഉപയോഗിക്കണം എന്ന ചിന്തപ്പാട് ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ
നിങ്ങൾ ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ച വൊക്കാബുലറി ഒരു പക്ഷേ പ്രോപ്പറായി യൂസ് ചെയ്യുവാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ സംസാരത്തെ സ്റ്റക്ക് ചെയ്യും. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും കുറഞ്ഞത് 1000-ലധികം വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് അത്യാവശ്യം ഫ്ലുവൻസി കൈവരിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം കട്ടിയുള്ള വൊക്കാബുലറികൾ പഠിച്ച് സംസാരത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്പീക്കിങ്ങിനെ സ്റ്റക്കാക്കി കളയും. 9ാമത്തെ കാര്യം എന്നത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ വരുന്നതിനാൽ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് ചിന്തിച്ച് സംസാരിക്കുവാൻ സ്റ്റക്ക് വരുന്നതാണ്. കമ്മ്യൂണിക്കേഷനിൽ ഉത്തരം പറയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ചോദ്യം മനസ്സിലാക്കിയെടുക്കുക എന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിൽ മാത്രമേ ഒരാൾ ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായി മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ചോദ്യം പറയണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായി ബേസിക് ഉണ്ടായി തീരും. എങ്കിൽ മാത്രമേ യാതൊരു സ്റ്റക്കും കൂടാതെ ക്വസ്റ്റ്യൻ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ തുടക്കത്തിൽ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ക്വസ്റ്റ്യനിൽ കാണുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കി തുടക്കത്തിൽ പഠിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമായിരിക്കും. ആ ഒരു ശ്രമം ഇംഗ്ലീഷ് പഠിക്കുന്നത് ടഫാണെന്ന തോന്നലിൽ കൊണ്ടെത്തിക്കുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് അത്യാവശ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പഠിക്കുവാൻ ശ്രമിക്കുക. 10ാമത്തെ കാര്യം എന്നത് എല്ലാത്തിലും ഉപരി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിൽ പറഞ്ഞ് പഠിക്കുകയോ താഴ്ന്ന സ്വരത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനോ പാടില്ല. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നല്ല ഉച്ചത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക. മിക്ക ആൾക്കാരും സ്വരം താഴ്ത്തി അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് തെറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിങ്ങനെ ഓർത്തായിരിക്കും പഠിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യുക, കൂടാതെ നല്ല സ്പീഡിലും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ശീലിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്പീഡിൻ്റെ പകുതി സ്പീഡും സൗണ്ടും ആയിരിക്കും നിങ്ങളുടെ സംസാരത്തിൽ പൊതുവെ കാണപ്പെടുക. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ഉച്ചത്തിലും സ്പീഡിലും പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്റ്റക്ക് വരുന്നതിൻ്റെ കാരണം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ ബേസിക്കോ കിട്ടാതെ വരുന്നതിനാലാണ്. ഇംഗ്ലീഷ് കൃത്യമായ ബേസിക്കോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണക്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നേരിടുന്ന പല ഓബ്സ്റ്റക്കിളുകളെ ഓവർകം ചെയ്തെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സ്വയം സാധിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാക്സിമം ഡൗട്ടുകളെ കുറിച്ച് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.